എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യുവാൻ ജിയാങ്ങിന് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് നിന്റെ ഫോൺ റെഡിയാക്കാനായി ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടേക്ക് പോയി ഫോൺ കളക്ട് ചെയ്യാനായി പറഞ്ഞു വിടുന്നു. ആ ഒരു ഫോണിലാണല്ലോ തെളിവൊക്കെ ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് കിട്ടിയാൽ തന്നെ പകുതിയിലേറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഒരു അഡ്രസ്സ് ഫോളോ ചെയ്ത് ജിയാങ് വന്നെത്തുന്നത് നമ്മുടെ സൂലി ജോലി ചെയ്യുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അവിടെയാണ്. നീ എന്താ ഇന്ന് ഓഫീസിൽ പോകാതെ എന്നെ കാണാൻ വന്നതെന്നല്ല സൂലി വളരെ സർപ്രൈസ്ഡ് ആയി ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നതല്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ചുവാന്റെ അടുത്തേക്കായിരുന്നു ജിയാങ് പോകുന്നത്. അതായത് ചുവാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവനാണ് ഇങ്ങോട്ടേക്ക് ഫോൺ കളക്ട് ചെയ്യാൻ വരാനായി യുവാനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ചുവാനോട് സംസാരിക്കാനായി ജിയാങ് പോകുമ്പോ ഇവളെന്ത് ഇവിടെ നിന്ന്, അതും ചുവാനോട് എന്ത് സംസാരിക്കുന്ന മട്ടില് സൂലി നോക്കി നിൽക്കാണ്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചിരുന്നു. സൂലി ചുവാനിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. അവൾ അതിന്റെ ഒക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ അവളോട് വന്ന് സംസാരിച്ചിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം നീയായിരുന്നു എന്നെ കാണാനായിട്ട് എന്റെ സ്റ്റഡി ഏരിയയുടെ അവിടെ വന്നിരുന്നത്, ആ കുക്കീസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ ഞാൻ തന്നെയാ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അയച്ച മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല എന്നൊക്കെ അവൾ പറയുമ്പോ ഗേൾ ഫ്രണ്ടോ, എനിക്കതിന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും അവൻ പറയുമ്പോ അപ്പൊ ആ സ്വീറ്റിന് പേരിട്ടിരുന്നത് എന്തുവായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ എന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി ഞാൻ ഒരു ബോട്ട് തയ്യാറാക്കിയിരുന്നു, അതാണ്, അല്ലാണ്ട് വേറൊന്നും അല്ലാന്നെല്ലാം ആ ബോട്ടിന്റെ പേരാണ് സ്വീറ്റ് എന്നെല്ലാം അവൻ പറയുമ്പോഴാണ് അവൾക്ക് തെറ്റിദ്ധാരണ മനസ്സിലാവുന്നത്. എന്തായാലും അവനൊരു ലൈനും ഇല്ല, അവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൾക്ക് ഒരു പ്രതീക്ഷയുടെ വക എവിടെ ഉണ്ടല്ലോ. അങ്ങനെ ചുവാനാകട്ടെ ആ ഒരു ഫോണിൽ നിന്ന് ആ ഒരു ഡേറ്റ റിട്രീവ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവാന്റെ കമ്പനിയിൽ ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ സിഒ ആയ വാനുമായി മീറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു. വാനാകട്ടെ നിങ്ങളുടെ സ്റ്റാഫാണ് എന്റെ ഒരു ട്രെയിനിയെ കുത്തിയിളക്കി എനിക്കെതിരെ കേസ് കൊടുക്കാനായി നോക്കിയത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പനിയായിട്ട് എനിക്ക് ഇനി സഹകരിച്ച് മുന്നോട്ട് പോകാൻ യാതൊരുവിധ പ്ലാനും ഇല്ല. ഞാൻ GE സെക്യൂരിറ്റീസിലേക്ക് ഞങ്ങളുടെ കോൺട്രാക്ട് നൽകാൻ പോവാണെന്നൊക്കെ പറഞ്ഞവിടെ ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, തെറ്റില്ലാതെ അയാളെ വെറുതെ പ്രതിക്കൂട്ടി നിർത്താനായി ഇവർ അകാരണമായി ശ്രമിച്ചു എന്ന രീതിക്കാണ് അയാളുടെ വർത്തമാനം. ഇത് തന്നെയായിരുന്നു ഡൂലിക്കും വേണ്ടത്. MHൽ നിന്ന് അത് GEയിലേക്ക് കോൺട്രാക്ട് എത്തണം. അതിനായിട്ട് ഇയാളാകട്ടെ വാനിന്റെ കൂടെ നിന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന കണക്ക് ആ ഒരു കോൺട്രാക്ട് തങ്ങളിലേക്ക് എത്തിക്കാനായി ശ്രമിക്കായിരുന്നല്ലോ. ഇവിടെ ഇതൊക്കെ കേട്ട് യുവാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുകയാണ്. കാരണം ആ ഒരു ഫോൺ റെഡിയാക്കി അതിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്ത് കൊണ്ടുവന്നാലേ ഇവർക്ക് ഒരു തെളിവായിട്ട് കാണിക്കാനുള്ളൂ. ആ പെൺകുട്ടി പോലും മൊഴി മാറ്റി ഇപ്പൊ പറഞ്ഞിരിക്കുകയാണല്ലോ, അവളുടെ ഭാവിയെ പറ്റി ഓർത്ത് പേടിയുണ്ട്. എന്തായാലും യുവാൻ അങ്ങനെ മീറ്റിംഗിൽ ഒരു തീരുമാനം ആവുന്നതിന് മുന്നേ ജിയാങ് ആ ഒരു ഡേറ്റയുമായി വരുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. ചുവാൻ നല്ലൊരു ടെക്കിയാണ്, അവന് ആ വിധ കാര്യങ്ങളൊക്കെ അറിയാം. അവനുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് യുവാൻ ഇരിക്കുന്നത്. എന്തായാലും അപ്പോഴേക്കും ഡേറ്റ സക്സസ്ഫുള്ളി റിട്രീവ് ചെയ്ത് അങ്ങോട്ടേക്ക് എത്താനായി ജിയാങ്ങിന് സാധിക്കുന്നു. ആ ട്രെയിനി പെൺകുട്ടിയുമായി സിഒ സംസാരിച്ച ആ ഒരു വോയിസ് ഇപ്പൊ കേൾപ്പിക്കുമ്പോൾ അതൊക്കെ ഫേക്ക് വോയിസ് ആണ്, ഇന്നത്തെ കാലത്താണ് ഇതുപോലെ ഒന്ന് സൃഷ്ടിച്ചെടുക്കാൻ പാടുന്നെല്ലാം അയാൾ തർക്കിക്കുന്നുണ്ട്. ആ ടീം ജിയാങ്ങിന് കാശ് കൊടുത്ത് അവളെ വശത്താക്കാനായി അയാൾ നോക്കിയിരുന്നല്ലോ, അതിന്റെ വിഷ്വൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജിയാങ്. അതിപ്പോ കാട്ടിക്കൊടുക്കുമ്പോ നീ ആ ഒരു ട്രെയിനി പെൺകുട്ടിയെ എനിക്കെതിരെ തിരിച്ച് അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ നോക്കിയത് കാശിന് വേണ്ടിയാണല്ലോ. അപ്പോ ഞാൻ ആ കാശ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കി, അതിലെന്താ തെറ്റ്? അല്ലാണ്ട് ഞാൻ ഈ കാശ് തന്ന് ആരെയും സത്യം മറച്ചു വെക്കാനായി ഓൾട്ടർ ചെയ്യാൻ നോക്കിയതൊന്നും അല്ല. എന്തായാലും ഈ ഒരു ഓഡിയോയോ ഈ വിഷ്വലോ ഒന്നും ഞാൻ തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യാനുള്ളതല്ല, ഇതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയാണ്. മറ്റേത് നിങ്ങൾക്ക് കാശ് വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തരാൻ ഞാൻ നോക്കി, അത്രേ ഉള്ളൂന്നെല്ലാം അയാളെ തന്നെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ ഇത് വലിയ തെളിവായിട്ട് ഇവർ കണ്ടിരുന്നതാണ്. പക്ഷെ അതിനെ നിസ്സാരമായി ഇയാൾ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആകെ ജിയാങ്ങിനും യുവാനും ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പോഴേക്കും ഇവിടെ മീറ്റിംഗ് നടക്കുന്ന കാര്യം അറിയാവുന്ന ആ പെൺകുട്ടി അവിടേക്ക് എത്തുകയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ സിഇഒ അവൾക്ക് ലഹരി മരുന്ന് നൽകി ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ അവിടെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ അവളുടെ കരിയർ എന്തായാലും സാരില്ല, ഇതുപോലെ ഒരാൾ അവിടെ തുടർന്ന് തന്റെ ഈ അവസ്ഥ ഇനിയും ബാക്കിയുള്ളവർക്കും കൂടി വരരുത് എന്ന രീതിക്കാണ് അവൾ അത് തുറന്ന് പറയുന്നത്. ഒരുപാട് അവൾ അവിടെ സഹിച്ചു. ഇയാൾ അവളെ ഉപദ്രവിച്ചതിന്റെ മൂലം അതിനുശേഷമാണ് ബാക്കി പെൺകുട്ടികൾ പോലും ഇവളെ ഒരു ശത്രുവായി കണ്ട് അവിടെ ഉപദ്രവിക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവൾ സിഇഒയെ സോപ്പിട്ട് വലിയ ലെവലിൽ എത്താൻ നോക്കുന്നു എന്ന് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും മടുത്തു, ഇനി എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയട്ടെ എന്ന രീതിക്ക് അവൾ അത് തുറന്ന് പറയുമ്പോൾ അതിലും വലിയൊരു തെളിവില്ലല്ലോ. ഇവളിത് പറയുമ്പോൾ തന്നെ മുന്നേ അവർ കാണിച്ച തെളിവുകളും സത്യമാണെന്ന് അതിന്റെ കൂടെ തെളിയുകയും കൂടിയാണ്. അങ്ങനെ ഇയാൾക്ക് സിഇഒ സ്ഥാനം നഷ്ടപ്പെടുകയും സിഇഒ ആവാൻ യഥാർത്ഥത്തിൽ യോഗ്യത ഉണ്ടായിരുന്ന മിസ്റ്റർ സാം അവിടെ സിഇഒ ആവുകയും ആ ഒരു കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് MH സെക്യൂരിറ്റീസിന് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ആരും അറിയാതിരുന്ന ഈ പുഴുക്കുത്ത് ചൂണ്ടിക്കാണിച്ച് കാര്യങ്ങൾ നല്ല രീതിക്ക് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് യുവാനും ജിയാങ്ങിനും മേലധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രശംസയും ലഭിക്കുന്നു. എന്തായാലും ഇവിടെ അങ്ങനെ യുവാന്റെ മുന്നിൽ തോറ്റു പോയിരിക്കുകയാണ് ഡൂലെ. ഡൂലയാണെങ്കിൽ ഭയങ്കര കലിപ്പിലിരിക്കുമ്പോഴേക്കും ലിൻഡ സമാധാനിപ്പിക്കാനായി വരുന്നുണ്ടെങ്കിലും അവളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ മീറ്റിംഗ് യുവാൻ പരാജയപ്പെടുന്ന ഒന്നായി മാറും. അതിലൂടെ ആ കോൺട്രാക്ട് തനിക്ക് കിട്ടുമെന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ റേസ് ചെയ്യാനൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡൂലെ. അവിടെ എത്തി ലിൻഡയാണ് ഈ ഒരു തോറ്റ കാര്യം അറിയിക്കുന്നത്. എന്തായാലും അവനങ്ങനെ മൈൻഡ് ആക്കാതെ പോകുമ്പോൾ നീ ഇപ്പൊ പഴയ ആളെയല്ല, നിന്റെ ശ്രദ്ധയൊക്കെ എങ്ങോട്ടോ മാറി പോകുന്ന കണക്ക് എനിക്ക് തോന്നുന്നുണ്ടെന്നല്ല ലിൻഡ പറയുമ്പോൾ നീ എന്റെ പിറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല, എനിക്കറിയാം എന്റെ കാര്യങ്ങൾ നോക്കാനേ. ഇനി കൂടുതൽ അധികാരം കാണിക്കാനായി പ്ലാൻ
അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് അങ്ങ് മാറിയേക്കാം, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഭരിച്ചോന്നൊക്കെ പറഞ്ഞ് അവൻ അവളോട് പതിവിന് വിപരീതമായി ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ അതിന്റെ ഷോക്കിൽ നിൽക്കാണ്. അങ്ങനെ അപ്പോഴേക്കും ഇന്ന് ആ ഒരു സന്തോഷകരമായ കാര്യങ്ങൾ നടന്നതിന്റെ സത്യം തെളിയിക്കാൻ സാധിച്ചതിന്റെ ഒരു ചെറിയ സക്സസിന് വേണ്ടി യുവാൻ ജിയാങ്ങിനെ കുക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവൻ കുക്ക് ചെയ്യുന്ന ടീം അവന്റെ അപ്പാർട്ട്മെന്റിലുള്ള ജിയാങ് ആയിട്ട് അവിടെ കുറച്ച് റുബിക്സ് ക്യൂബ് ഒക്കെ കാണുന്നുണ്ട്. ആക്ച്വലി കുട്ടിക്കാലത്ത്, അതായത് ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തില്ലേ, റുബിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ജിയാങ്ങിന്. അവൾ അന്ന് യൂസ് ചെയ്തോണ്ടിരുന്ന അതേ റുബിക്സ് ക്യൂബാണിത്. അവളത് തിരിച്ചറിഞ്ഞോ എന്തോ, എന്തായാലും ഇതിപ്പോ കണ്ട് വളരെ കൗതുകത്തില് അത് എടുക്കാനായി എത്തുമ്പോ അവൾക്ക് പറ്റുന്നില്ല. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന യുവാൻ അത് എടുത്തു കൊടുക്കുന്ന ടീം വളരെ അടുത്തായി അവർ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരു ചമ്മലൊക്കെ അപ്പൊ തോന്നുന്നുണ്ട്. എന്തായാലും വേഗം തന്നെ ഒന്നിച്ച് ഫുഡ് കഴിച്ച് ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ദിവസം യുവാനെ കാണാനായി ഡോലെ വിളിച്ചു വരുത്തുന്നുണ്ട്. നീ ജിയാങ് നിന്നോട് കാണിച്ച ഫ്രണ്ട്ഷിപ്പ് നിന്റെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുതലെടുത്തു, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നെല്ലാം പറഞ്ഞ് യുവാൻ സംസാരിക്കുമ്പോൾ ഞാനിപ്പോ GE സെക്യൂരിറ്റീസിന്റെ ഭാഗമല്ല, ഞാൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തു വന്നു എന്ന് ഡോലെ പറയുന്നുണ്ട്. ഓ, അപ്പൊ നീ ഇപ്പൊ എന്നെ കാണാൻ വിളിച്ചത് എന്തിനാണെന്നല്ല യുവാൻ തിരക്കുമ്പോ ഒഫീഷ്യലായി എന്തെങ്കിലും പറയാനായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് ആകാംക്ഷയിൽ ചോദിക്കുമ്പോൾ ജിയാങ്ങിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. നിനക്ക് അവളോട് ഒരു താല്പര്യം ഉണ്ടത് എനിക്ക് വ്യക്തമാണ്, അതേ കണക്ക് എനിക്കും അവളോട് താല്പര്യമുണ്ട്. ഞാൻ നിന്റെ കോമ്പറ്റീറ്റർ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമല്ല ഇപ്പോ എന്ന് കരുതി നമുക്കിടയിൽ കോമ്പറ്റീഷൻ ഇല്ലാണ്ടാവുന്നില്ല. മുന്നേ കമ്പനിക്ക് വേണ്ടി മത്സരിച്ചിരുന്ന നമ്മൾ ഇനിയിപ്പോ ജിയാങ്ങിന് വേണ്ടി മത്സരിക്കാൻ പോവാണെന്നില്ല ഡൂലെ പറയുമ്പോ യുവാന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ തനിക്ക് വേണ്ടി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങുന്നു എന്നത് അറിയാതെ ജിയാങ് ആട്ടെ സൂലിയുടെ സങ്കടം കേട്ടോണ്ടിരിക്കുകയാണ്. സൂലിക്ക് ചുവന്നെ കൊണ്ട് ഒരു ഡേറ്റ് കണക്ക് പോകണം, ഒരു സിനിമ കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ താൻ വിളിച്ച് അവൻ വരില്ല എന്നറിയാവുന്നവൾ എന്തെങ്കിലും ചെയ്ത് ജിയാങ് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. ചുവാനും യുവാനും പരിചയക്കാരാണെന്ന് മുന്നേ ഫോൺ റെഡിയാക്കാൻ കൊടുത്തതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സൂലി ഫോൺ റെഡിയാക്കി തന്നതിനൊരു സന്തോഷം എന്ന രീതിക്ക് സിനിമ കാണാൻ യുവാൻ വഴി ചുവാനെ ഒന്ന് തിയേറ്ററിലേക്ക് എങ്ങനെയും എത്തിക്കണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സൂലിക്ക് വേണ്ടി അത് യുവാനോട് സംസാരിക്കാനേ ജിയാങ് പോകുന്നുണ്ട്. അങ്ങനെ അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോറിന്റെ അവിടെ ചെന്ന് അവൾ തട്ടി വിളിക്കാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ എന്തോ ഒരു കള്ള ലക്ഷണത്തിൽ ഇവിടെ കറങ്ങി നടക്കുന്നത് അല്ല മോഷണത്തിനുള്ള പരിപാടിയാണോ എന്ന് ദൂലെ കണ്ടിട്ട് വരുന്ന വഴിയായിരുന്നു യുവാൻ. ഇങ്ങനെ കണ്ടപാടെ അവൻ ചോദിക്കുമ്പോൾ അവൾ ഉള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്, സൂലിയുടെ ആവശ്യങ്ങൾ. അത് കേൾക്കുന്ന യുവാൻ അതിനെന്താ ചുവാൻ തിയേറ്ററിലെത്തി സിനിമ കാണണം, സൂലിയും കൂടെ വേണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്യാം. പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. അവര് മാത്രമല്ല, ഞാൻ 4 ടിക്കറ്റ് ബുക്ക് ചെയ്യും, അവരും ഒപ്പം നമ്മളും ആ സിനിമ കാണാൻ പോകുന്നു. എന്താ അഭിപ്രായം എന്നല്ല അവൻ ചോദിക്കുമ്പോൾ സൂലിക്ക് വേണ്ടി വേറെ വഴിയില്ലാണ്ട് അവൾക്ക് അവന്റെ കൂടെ സിനിമ കാണാൻ പോകാന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ തിയേറ്ററിൽ ഇവര് 4 പേരും കണ്ടുമുട്ടുന്നു. ആ സമയത്താണ് ജിയാങ്ങിനും സൂലിക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. ആക്ച്വലി ചുവാനും യുവാനും വെറും പരിചയക്കാരല്ല, അവർ റിലേറ്റീവ്സ് ആണെന്ന കാര്യം. അങ്ങനെ എന്തെങ്കിലും അവിടെ എത്തി നോക്കുമ്പോൾ 2 ടൈപ്പ് സിനിമകൾ ഓടുന്നുണ്ട്. ഒന്നൊരു ഹൊറർ സ്റ്റോറിയും ഒന്നൊരു ഇമോഷണൽ സ്റ്റോറിയും. രണ്ടിനും 2 ടിക്കറ്റ്സ് വീതം അവൈലബിൾ ഉള്ളൂ. സൂലിക്ക് മനസ്സിൽ എഡ് പൊട്ടുന്നുണ്ട്. ജിയാങ് ഹെൽപ്പ് ചെയ്തു എന്നത് ശരിയാണ്, എന്നാലും താനും ചുവാനും മാത്രമായെന്ന ഒരു സമയമാണ് അവൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ഹൊറർ കഥ കണ്ടോളാമെന്നും യുവാനും ജിയാങ്ങും ആ ഒരു ഇമോഷണൽ സ്റ്റോറി പോയി കാണുന്നും പറഞ്ഞ് തള്ളിവിടുമ്പോൾ ജിയാങ്ങിന് അപ്പോഴും താല്പര്യമില്ലെങ്കിലും യുവാന്റെ മനസ്സിൽ എഡ് പൊട്ടുന്നുണ്ട്. അങ്ങനെ ഹൊറർ സിനിമ കാണാനായിരിക്കുന്ന ടീം മനഃപൂർവ്വം പേടിപ്പെടുത്തുന്ന സീനൊക്കെ വരുമ്പോ ഭയങ്കര പേടിച്ച കണക്ക് ചുവാന്റെ അടുത്തേക്ക് ചാഞ്ഞിരിക്കാനൊക്കെ സൂലി നോക്കുമ്പോ നിനക്ക് എത്ര പേടിയാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുക, ഞാൻ കഥ കണ്ടിട്ട് പറഞ്ഞു തരാന്ന് അവൻ പറയുമ്പോ ഓ ഇവനെ കൊണ്ട് തോറ്റില്ലോ എന്ന് മട്ടിൽ അവൾ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇമോഷണൽ സിനിമ കാണാനായിട്ടാണല്ലോ ജിയാങ്ങും യുവാനും ഇരിക്കുന്നത്. ജിയാങ് ആണെങ്കിൽ ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അവൾക്ക്. അവൾ ആ ഒരു സങ്കടം കരച്ചിലായി മാറി കണ്ണുനീര് കണ്ണിന് പുറത്തേക്ക് ഒഴുകി വരാതിരിക്കാനായി മാക്സിമം കൺട്രോൾ ചെയ്തിരിക്കുന്നത് കാണുന്ന യുവാൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും ഡേറ്റിംഗ് എന്നും പറഞ്ഞു വന്ന സൂലിക്കൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിലും ഇവിടെ യുവാന് നല്ല നല്ല സിറ്റുവേഷൻ ഒത്തു വരുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷം അടുത്ത ദിവസം അപ്പാർട്ട്മെന്റില് ജിയാങ്ങിനെ കാണാനായി ഒരാൾ എത്തുന്നുണ്ട്. അയാൾ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ വാട്ടർ ബില്ലും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഓണർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ജിയാങ് ആ ഒരു മാസത്തെ അടയ്ക്കാനായി ചെന്നപ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത് തന്നെ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അവൾ ചോദിച്ചപ്പോഴാണ് ഇയാൾ എത്തി ബാക്കി കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു വർഷത്തേക്കുള്ള വാട്ടർ ബില്ലെല്ലാം അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ആ ടീമാണ് യുവാനാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണർ എന്നത് അവൾ അറിയുന്നത്. അവൾക്ക് അപ്പോഴാണ് വെറുതെ അല്ല ഇത്രയും വലിയ സ്ഥലത്ത് ഈ ഒരു പോർഷ് അപ്പാർട്ട്മെന്റ് തനിക്ക് ഇത്രയും കുറഞ്ഞ വിലക്ക് കിട്ടിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. റെന്റ് വളരെ കുറവാണല്ലോ. തുടർന്ന് അവൾ വേഗം തന്നെ അവളുടെ പഴയ അപ്പാർട്ട്മെന്റ് ഓണറിനെ കാണാനായി പോകുന്നുണ്ടായിരുന്നു. ആക്ച്വലി താൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് തനിക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ത്രപരമായി യുവാൻ തന്നെ ഇവിടെ എത്തിച്ചതാണോ എന്നൊന്ന് അന്വേഷിക്കാനായിട്ടാണ് അവൾ പോയത്. ഇനി ഒരു പക്ഷെ അപ്പാർട്ട്മെന്റ് അവൾക്ക് താമസിക്കാൻ ഇല്ലാണ്ടായത് അറിഞ്ഞുകൊണ്ട് അവൻ സഹായിച്ചതാണോ അതോ ഇല്ലാണ്ടാക്കിയിട്ട് സഹായിച്ചതാണോ എന്ന് അറിയണ്ടേ. അപ്പോ അതുകൊണ്ട് അങ്ങനെ പോയി അന്വേഷിക്കുമ്പോൾ ആ ലേഡി ഉള്ള കാര്യങ്ങൾ അവളോട് തുറന്നു പറയുന്നു. തുടർന്ന് അവനപ്പോ എന്നെ പ്ലാൻ ചെയ്ത് അവന്റെ അടുത്ത് എത്തിച്ചതാണെന്നല്ലേ എന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്ന അവൾ നേരെ അതിനെപ്പറ്റി ചോദിക്കാനായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളാകട്ടെ ഓഫീസിലേക്ക് എത്തി അത് ചോദിക്കാനേ ഒരുങ്ങുമ്പോഴേക്കും ഒരു സന്തോഷ വാർത്തയായിരുന്നു അവിടെ അവളെ കാത്തിരിക്കുന്നത്. ശവമൊക്കെ എത്തി ഷെയ്ക്കാൻഡ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ ന്യൂ ജോയിനി ആയിട്ടുണ്ടായിരുന്ന ജിയാങ് ഇപ്പോ 2 കേസൊക്കെ അവളുടെ കഴിവ് തെളിയിക്കുന്ന രീതിയിൽ ഇൻവോൾവ് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ പെർമനന്റ്
പോസ്റ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അതറിഞ്ഞ് അവൾ ഹാപ്പി ആവുന്നുണ്ട്. എല്ലാവരും അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ യുവാൻ ഷെയ്ക്കാൻഡ് കൊടുക്കാനായൊക്കെ എത്തുമ്പോൾ അവൾ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവൾ എന്തോ കലിപ്പിലാണെന്ന് മനസ്സിലാക്കുന്നവൻ എന്താ കാര്യം എന്നൊക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തനിയെ സംസാരിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവനാകട്ടെ എന്തായിരിക്കും ഇവൾക്ക് പറയാനുള്ളതെന്ന് ഒരു പിടുത്തം ഇല്ലാതെ ചെല്ലുമ്പോഴേക്കും ഇവൾ ആ അപ്പാർട്ട്മെന്റിന്റെ കാര്യം ചോദിക്കുകയാണ്. അവൾ ഇത് ചോദിക്കുന്നത് വരെ അവന്റെ അപ്പാർട്ട്മെന്റ് ആണ് അതെന്ന് അവൾക്ക് അറിയാമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. തന്റെ അപ്പാർട്ട്മെന്റ് ആണ് അതെന്ന് അറിയാമെങ്കിൽ ഒരു കാലത്തും അവളോട് താമസിക്കാൻ വരില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അവളത് അറിയാതിരിക്കാനേ അവൻ മാക്സിമം ഒളിപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അത് അവൾ അറിഞ്ഞിരിക്കുകയാണ്. അവനാകട്ടെ അതിനെ മറുപടി പറയാതെ നീ ആ ഡൂലിയുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഒന്നും വെക്കണ്ട, അവനിപ്പോ ആ ഒരു കമ്പനിയുടെ ആരുമല്ല, അവനെ ഇനി നിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ നോക്കിയാൽ അതിന് നിന്നു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റിക്കൊണ്ട് എന്നാ ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവാൻ സംസാരിക്കുമ്പോൾ അത് ഒട്ടും തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവനോട് ദേഷ്യത്തില് ഞാൻ ഉടനെ തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താമസം മാറാൻ പോവാണെന്നൊക്കെ ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നുണ്ട്. ഇവർ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സമയം എന്തോ ഒരു ആവശ്യത്തിന് ജിഹങ് മരം കയറിയിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞിട്ട് അവൾക്ക് ഇറങ്ങാനൊരു പേടി. ഈ ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു പേടി. അവളങ്ങനെ അവിടെ സ്റ്റക്ക് ആയിരിക്കുമ്പോൾ നീ പേടിക്കണ്ട, ഞാനില്ല ഇവിടെ, നീ ചാട്, നീ വീഴാതെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു നെഞ്ചും വിരിച്ച് കൈയും വിരിച്ച് അവിടെ ഇങ്ങനെ യുവാൻ നിപ്പുണ്ടായിരുന്നു. അവന്റെ അനാവശ്യമായ മോട്ടിവേഷൻ കേട്ട് അവൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന ഒരു അന്ധവിശ്വാസത്തില് ഒരു ചാട്ടം അങ്ങോട്ട് ചാടി. അവൾ ചാടിയതും അവൻ കൈ മാറ്റി മാറി നിന്നതും ഒരേ സമയത്തായിരുന്നു. തുടർന്ന് അവളുടെ കൈയൊക്കെ മുറിയുന്നുണ്ട്. അവൾ വേദന എടുത്ത് കരയുമ്പോ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്, ഇനിയെങ്കിലും ആരെങ്കിലും പറയുന്നത് വിശ്വസിച്ച് ഇങ്ങനെ എടുത്ത് ചാടി പ്രവർത്തിക്കരുത്. ആ പാഠം ഇപ്പൊ നീ വീഴ്ചയിലൂടെ പഠിച്ചില്ലേ, എനിക്കതാ വേണ്ടെന്നല്ല അവൻ പറഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിരുന്നു. ഇപ്പൊ ആ കാര്യങ്ങൾ ഓർക്കുന്ന അവളാകട്ടെ ഇവൻ എത്ര വർഷം കഴിഞ്ഞാലും ഈ കൊനിഷ്ഠ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. എനിക്ക് വലിയൊരു പണി ഞാൻ താമസിച്ചിരുന്നിടത്ത് തന്നെ ഓടിച്ചു വിട്ടു തന്ന് അവൻ എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു, ഇവൻ എന്താ ഇങ്ങനെയെന്നൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടീം അവളാകട്ടെ എല്ലാ സത്യം അറിഞ്ഞു, അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ അവൾ ഇവിടെ നിന്ന് മാറ്റാതിരിക്കും, ഞാൻ പറഞ്ഞവളെ കേൾക്കില്ല, എന്താ ഇതിനൊരു പോംവഴി എന്നല്ല ഇവാൻ അസിസ്റ്റന്റിനോട് പുലമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് ഒരു പോംവഴിയില്ല. പുള്ളിക്കാരിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ, അമ്മാതിരി പണിയല്ലേ കുട്ടിക്കാലത്തെല്ലാം ഒപ്പിച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് മുന്നേ ചെന്ന് പെടണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിൽക്കണ്ട, അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങിക്കോളൂന്നല്ല അസിസ്റ്റന്റ് പറഞ്ഞു കൊടുത്തത് പ്രകാരം ജിയാങ്ങിന്റെ മുന്നേ ഇനി പെട്ട് അവളെ വീണ്ടും ട്രിഗർ ചെയ്യാതിരിക്കാനായി ഒരു ബിസിനസ് ട്രിപ്പ് പോകാമെന്ന് യുവാൻ തീരുമാനിക്കുന്നു. ഇതൊന്നും ജിയാങ് അറിയുന്നില്ല. അവൾ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ യുവാനെ കാണുന്നില്ല. ഇവനെന്താ വരാത്തേന്ന് ചിന്തിച്ച് അസ്വസ്ഥപ്പെട്ട് അവൾ ഇരിക്കുകയാണ്. അവനെ കാണാണ്ടായപ്പോ ഒരു അസ്വസ്ഥത. ആ സമയത്താണ് അവനൊരു ബിസിനസ് ട്രിപ്പ് പോയിരിക്കുകയാണ്. കുറച്ച് ദിവസം ഇവിടെ കാണില്ല എന്നത് അവൾ അറിയുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഒരു ട്രിപ്പ് പോയോ എന്ന് അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഡൂലി അവളെ ഫോൺ ചെയ്തൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ആ ടീം എന്റർടൈൻമെന്റ് കമ്പനിയുടെ സിഇഒയെ ഡൂലെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്. ആക്ച്വലി അയാളെ സഹായിക്കാനായിരുന്നു ഡൂലെ നോക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഫോട്ടോ കാണിച്ച് ഇതിന്റെ ഇടയിൽ യുവാൻ ജിയാങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിപ്പോ കാര്യം ഡൂലയോട് ചോദിക്കുമ്പോൾ അവൻ എന്റെ സുഹൃത്താണ്, ആ രീതിക്ക് ഞാൻ സഹായിക്കാൻ നോക്കിയതാണ്, എന്തായാലും ഞാനിപ്പോ GE സെക്യൂരിറ്റീസിന്റെ ഒരു ഭാഗവുമല്ല, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിന്നോടുള്ള എന്റെ ഈ ഒരു കൂട്ട് ബിസിനസ് പരമായി യൂസ് ചെയ്യുന്ന തെറ്റിദ്ധരിച്ച് എന്നോട് മിണ്ടാതിരിക്കണ്ട, നമ്മൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകണമെന്നല്ല അവളോടുള്ള ഒരു ഇഷ്ടം എന്നാൽ അത്രയ്ക്കങ്ങ് വെളിപ്പെടുത്താതെ ആ ഒരു കോണ്ടാക്ട് എന്തായാലും വേണമെന്ന രീതിക്ക് തന്നെ അവൻ സംസാരിക്കുമ്പോഴും അവന് തന്നോട് പ്രണയം എന്ന രീതിക്ക് ഒരു അടുപ്പമുണ്ട്, അത് വെച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാതെ ജിയാങ്ങും വളരെ കാര്യമായി തന്നെ ഡൂലിയോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് സൂലിയെ നമ്മൾ കാണുമ്പോൾ അവൾ സൂപ്പർ മാർക്കറ്റിലാണുള്ളത്. അന്ന് ചുവാൻ അവിടേക്ക് എത്തിയിട്ടേ ഇല്ല. പകരം ചുവാൻ അവൾക്ക് ചില സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചുകൊണ്ട് ഇതൊന്ന് ഡെലിവറി ചെയ്യാനായി പറയുന്നുണ്ട്. അഡ്രസ്സ് നോക്കുമ്പോൾ നമ്മുടെ യുവാന്റെ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ യുവാന്റെ മുന്നിൽ പോയി പെടണമല്ലോ, എന്നാലും ചുവാൻ പറഞ്ഞ സ്ഥിതിക്ക് ഡെലിവറി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിക്ക് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ചുവാനാണ്. ചുവാൻ ഇപ്പോൾ അവന്റെ ആപ്പിന്റെ ആ ഒരു വർക്കിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയായി യുവാൻ അപ്പാർട്ട്മെന്റിൽ ഇല്ല എങ്കിലും അവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കറക്റ്റായി ചെയ്തു തീർക്കാൻ സാധിക്കുമ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിൽ അവിടെ ഡെലിവറിക്കായി എത്തിയ സൂലിയെ കെട്ടിപ്പിടിച്ച് ആ ഒരു സന്തോഷമൊക്കെ പങ്കിടുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും ജിയാങ്ങിനെ യുവാൻ അവിടെ ഇല്ലാത്ത നേരത്തിന് അവളുടെ ടീം ലീഡർ ഭയങ്കരമായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ വർക്കും കൂടി ഇവളുടെ തലയെ കെട്ടിവെച്ച് ലേറ്റ് നൈറ്റ് അവളെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളാകട്ടെ അന്ന് ലേറ്റ് നൈറ്റ് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുന്ന ഡൂലി അവൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുകയും എപ്പോഴും കഴിയുന്നു ഞാൻ പിക്ക് ചെയ്യാൻ വരാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ വേണ്ട ഞാൻ ഇന്ന് ഇവിടെ തന്നെയാണെന്നെല്ലാം പറയുമ്പോൾ അവൻ അവളുടെ ഓഫീസിന് പുറത്ത് നിന്നുകൊണ്ടാണ് അവളെ ഫോൺ ചെയ്തത്. അങ്ങനെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പുറത്ത് പോയിരിക്കുകയായിരുന്നല്ലോ യുവാൻ. അവന്റെ വണ്ടി ഒരു ആക്സിഡന്റിൽ പെടുന്നുണ്ട്. വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആയെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അവനായിട്ട് ആ ഒരു വണ്ടിയുടെ ആക്സിഡന്റിൽ പെട്ട ഫോട്ടോ എടുത്ത് ജിയാങ്ങിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവളത് സിമ്പതി മൂത്ത് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ അവനോട് കാണിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവളാകട്ടെ പെട്ടെന്ന് ആ ഫോട്ടോ കണ്ട ഇതില് ഇക്കാണ് കൈ തട്ടി അയക്കുന്നത്. അത് കാണുന്ന അവൻ എനിക്ക് ആക്സിഡന്റ് പറ്റിയതുകൊണ്ടപ്പോൾ അവള് ലൈക്ക് അയച്ചിരിക്കുന്ന കണ്ടില്ലേന്ന് ടെൻഷൻ ആകുമ്പോഴേക്കും അവൾ പെട്ടെന്ന് അത് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓർക്കാതെ അത് അയച്ചതാണ്. എന്തായാലും അവനാകട്ടെ ഇങ്ങനെ അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് കാര്യമില്ല, ചെന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ എങ്ങനെയും സോൾവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡ്
എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.